5 minutes later. എടി ലൂസി, നീ എന്തിനിങ്ങനെ പേടിച്ചു നിക്കുന്നേ? ഓ എന്റെ ലൂസി, അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനൊന്നല്ലെന്നേ. ഇപ്പൊ എല്ലാരും നല്ല ചില്ലാടി. അത് മതിയല്ലോ. നീ ജൂനിയർ ആണെങ്കിൽ എന്താ, ഞാൻ അവിടുത്തെ സീനിയർ അല്ലേ. നീ എന്റെ ആരാ? ആരാന്ന്? നീ തന്നെ പറയുന്നേ, എന്നാലല്ലേ അതിനൊരു പവർ ഉള്ളൂ. ഈ ഒരു ഒറ്റ കാര്യം പോരെ നിനക്ക് ധൈര്യത്തിന്? അതൊക്കെ ഈ പീറ്റർ നീ വിളിച്ചോടത്ത് വന്ന് നിക്കുന്നേ. നീ പേടിക്കണ്ടേടി, നിന്റെ ചേട്ടനല്ലേ കൂടെ ഉള്ളേ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഓ ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നിന്റെ ക്ലാസ്സിലോട്ടൊക്കെ വരാൻ പറ്റുമല്ലോ, നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത് മതി എനിക്ക്. അടുത്ത സ്റ്റോപ്പ് കോളേജ്. വേണീച്ചോ? ഓ അല്ലടി, ഇന്ന് ഞങ്ങൾക്ക് ഫുട്ബോൾ ക്യാമ്പ് ഉണ്ട്. അതിന് വേണ്ടിട്ടാ. ഇന്ന് ഉച്ചവരെ ഞങ്ങൾ ക്യാമ്പ് ആയിരിക്കും. ക്യാമ്പ് കഴിഞ്ഞ ശേഷം ക്ലാസ് തുടങ്ങത്തുള്ളൂ. ഹേ അങ്ങനൊന്നുമില്ല, ഇതിന്റെ അകത്ത് തന്നെയാ ക്യാമ്പസ്. നിനക്ക് എപ്പോ വേണമെങ്കിലും കാണാം. പ്രത്യേകിച്ചും നിന്റെ വീക്ക്നെസ് അല്ലയോ ഈ ക്യാൻറ്റീൻ ഒക്കെ. ക്യാൻറ്റീനിന്റെ ഓപ്പോസിറ്റ് തന്നെയാ. അതുകൊണ്ട് ക്യാൻറ്റീനിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ പറ്റും. അങ്ങനെ ചോദിച്ചാ അടിപൊളിയാന്നൊക്കെ പറയാം. കാരണം നിനക്കല്ലെങ്കിലും ഓൾഡ് ടേസ്റ്റ് ഇല്ലേ, ഗോൾഡ് ടേസ്റ്റ്. അതുകൊണ്ട് നിനക്കൊക്കെ പറ്റും. ഇവിടെ ഈ പറഞ്ഞ ബർഗർ ഇതൊന്നും ഇല്ലാത്തോണ്ട് എനിക്കത്ര പറ്റത്തില്ല. അതൊക്കെ കിട്ടും. ക്യാമ്പസിലോട്ട് വാ. വരുന്നു. ലൂസി നീയും വാ, നിനക്ക് ക്യാമ്പസ് കാണിച്ചു തരാം. ദേ അവിടെ കാണുന്നില്ലേ, അതാ ഞങ്ങളുടെ ഫുട്ബോൾ ക്യാമ്പ്. ദേ അവിടുന്ന് നേരെ നോക്കിയാൽ ക്യാൻറ്റീൻ. ലൂസി മാറിക്കോ.
ജിമിൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല ഏതാ ഇഡിയറ്റ്? ലൂസി വേണ്ട ലൂസി, അവൻ ആരാ നിനക്ക് അറിഞ്ഞൂടാ, അങ്ങോട്ട് പോ. ലൂസി ഒന്ന് അടങ്ങിയിരിക്കേ. ജിമിൻ സോറി കേട്ടോ, അവള് പറഞ്ഞതിനൊക്കെ ഞാൻ നിന്നോട് സോറി ചോദിക്കാം. നീ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ, അവള് ചുമ്മാ പറഞ്ഞതാ. അല്ല ഈ ഫുട്ബോൾ ക്യാമ്പസിലേക്ക് കാല് കുത്താനുള്ള അവകാശം നിനക്ക് ആദ്യം ഓരോ തന്നേ. ജിമിൻ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടാ. മിണ്ടല്ലേ, ഞാൻ അവളോടല്ലേ ചോദിച്ചേ. ഫുട്ബോൾ ക്യാമ്പസ് എന്ന് പറയുന്നത് തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തൊന്നല്ല കേട്ടാ. ഇത് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാ. ഇവിടെ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് പോരാം. അതിനെ തന്റെ അടുത്ത് എഴുതി ഒപ്പിട്ട് മേടിക്കേണ്ട ഒരു കാര്യമില്ല. ഡീ ലൂസി, നീ ആരെ നോക്കിയിട്ടാ ഡോന്ന് വിളിച്ചെന്നറിയോ? നീ ആരാണെങ്കിലും എനിക്കെന്താടാ? നീ എന്നെ ഡീന്ന് വിളിക്കുമ്പോ നീ ആലോചിക്കണമായിരുന്നടാ. മാറി നിക്ക്. ജിമിൻ സോറി എടാ, ഞാൻ പറഞ്ഞല്ലോ അവള് ഫസ്റ്റ് ഡേയാ, നിന്നെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് അവൾ അങ്ങനെ പെരുമാറിയേ. അവളെ ഭാഗത്തുനിന്ന് ഞാൻ സോറി ചോദിക്കാം. നിന്നോട് മാറി നിക്കാനാ പറഞ്ഞേ. ജിമിൻ എന്താടാ നീ ഇങ്ങനെ അടുത്ത് വന്ന് തുറച്ചു നോക്കി കഴിഞ്ഞാ ഞാനങ്ങ് പേടിച്ചോടുന്നു വിചാരിച്ചോ? അതിനൊന്നേ ഈ ലൂസിനെ കിട്ടത്തില്ല കേട്ടാ. ഈ കോളേജില് ഇന്ന വരെ ഒരു ഈച്ച കുട്ടികൾ പോലും ഈ ജിമിനെ എതിർത്ത് നിന്നിട്ടില്ല. എതിർത്ത് നിന്ന ആരും ഈ കോളേജ് മുൻപോട്ട് പോയിട്ടുമില്ല. അതുകൊണ്ടേ നിന്റെ ഫസ്റ്റ് ഡേ തന്നെ ലാസ്റ്റ് ഡേ ആവാതെ സൂക്ഷിച്ചോട്ടോ. അയ്യോ ഭീഷണിപ്പെടുത്താണോ? എന്നാലേ എനിക്ക് ഒട്ടും പേടിയായിട്ടില്ല കേട്ടോ. മോനെ ഈ ഭീഷണിപ്പെടുത്തലൊക്കെ ഒരു LKG കുട്ടികളോട് വെച്ചോ. ഈ ലൂസിനോട് വേണ്ട. ലൂസി ആരാന്നേ ഈ പറയുന്ന ജിമ്മിന് തികച്ചറിയാത്തോണ്ടാ. ഡീ ജിമിൻ പ്ലീസ്, ഇനി അവൾ ഒരിക്കലും നിന്നോട് മോശമായിട്ട് പെരുമാറത്തില്ല. ഈ ഒരു വെട്ടത്തേക്ക് അവൾ ക്ഷമിച്ച് വിട്ടേക്ക് പ്ലീസ്, എനിക്ക് വേണ്ടിയെങ്കിലും. അല്ല പിന്നെ അവന്റെ വിചാരം എന്താ? ഈ കോളേജ് അവന്റെ കുടുംബസ്വത്താണെന്നാണോ? ലൂസി അവൻ പോയില്ലേ, ഒന്ന് മതി നോക്ക്. ലൂസി മതി. ഓ നീ നിന്റെ ക്ലാസ് പോ, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. ചെല്ലേ. ഇന്നത്തെ ദിവസം തന്നെ പോയി. ലൂസി എതിർത്തത് ആ ജിമിനെയാ. ഇനിയിപ്പോ എന്തൊക്കെ വരാനിരിക്കണോ എന്തോ.